ഫ്രണ്ട്സ് ഇന്ന് വൈകുന്നേരം നമ്മൾ കുറച്ച് പരലൊക്കെ പിടിച്ചിട്ട് ചൂണ്ടിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ട്രാപ്പ് ഇട്ടിട്ടാണ് പരല് പിടിച്ചത്. അപ്പോൾ എല്ലാ വീഡിയോയിലും ട്രാപ്പ് ഇട്ട് പിടിക്കുന്നത് കാണിക്കുന്നില്ല, പിന്നെ അത് പ്രത്യേകിച്ച് കാണിച്ചില്ല. നമ്മൾ ചെറിയൊരു ട്രാപ്പൊക്കെ ഇട്ട് കുറച്ച് പരലൊക്കെ പിടിച്ചു. നമുക്ക് ഒന്ന് രണ്ട് വലിയ പരലൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് കോർത്തിട്ട് നോക്കാം. ഒരു കുപ്പി ചൂണ്ടലിൽ ഇങ്ങനെ കോർത്ത് ഇവിടെ ചെറിയൊരു കിണറുണ്ട്. കിണറ്റിലാണ് കുറച്ച് മീൻ കണ്ടത്. ഒന്ന് രണ്ട് മീനൊക്കെ ഉണ്ട്, അത് കിട്ടുമോ നോക്കി നോക്കാം. അല്ലേ ഇപ്പോൾ ഇതൊരു അത്യാവശ്യം സൈസുള്ള പരൽ തന്നെയാണ് നമുക്ക് ഒന്ന് രണ്ടെണ്ണം കിട്ടിയത്. അപ്പോൾ നമ്മളത് കോർത്തിട്ട് നോക്കി നോക്കാം. അങ്ങനെ പരൽ കോർത്ത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? അങ്ങനെയാണ് പരൽ കോർത്തുള്ളത്. നമ്മൾ നേരെ ഇതും കൊണ്ടിട്ട് നേരെ കിണറ്റിലേക്ക് ഇടാൻ പോവാണ്. അതിനെ ആ മൂടിയൊക്കെ ടൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ആ കിണറ്റിലേക്ക് ഇട്ട് നോക്കി നോക്കാം. അതിലാണ് ഒന്ന് രണ്ട് മീനെ കണ്ടത്. വെള്ളം കയറി എടുക്കുന്നുണ്ട്, പുറത്തേക്ക് പോയില്ലെങ്കിൽ അതിന് വെട്ടി കിട്ടും. നമ്മളാ കിണറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൽ വല്ലതും പിടിക്കില്ല നോക്കാം. നമുക്ക് അടുത്ത ചൂണ്ടലിൽ പരൽ കൊടുത്ത് ഒന്നുകൂടി ടച്ച് നോക്കാം. 2-3 ചൂണ്ടലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് 2 ടച്ച് നോക്കിയേക്കാം. നമുക്ക് അധികം വൈകുന്നില്ല. മറ്റേ ചൂണ്ടലിൽ പരൽ കുളത്തുമ്പോഴേക്കും ഇതിലൊരു ബ്രാല് വന്ന് അടിച്ചിട്ടുണ്ട്, ആണല്ലേ? കുപ്പി നല്ല വലിയ വലിക്കുന്നുണ്ട്. അത് ഇവിടുന്ന് വലിച്ച് അപ്പുറത്തേക്ക് എത്തിച്ചു. ഞാനിത് അപ്പുറത്ത് കൂടെ പോയിട്ട് എടുക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മളത് കഷ്ടപ്പെട്ട്, അപ്പുറത്തൊക്കെ വെള്ളമുണ്ട്, എന്നാലും കഷ്ടപ്പെട്ട് കുമ്പിട്ടിട്ടൊക്കെ എടുത്ത്, കണ്ടില്ലേ? അതിന് മേലെ കിടന്നിട്ട് ഒരു ഇടത്തരം വരാലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണാം, അത്ര വലുതൊന്നല്ല, നല്ലൊരു ഇടത്തരം വരാല്. നമുക്ക് തൊട്ടടുത്ത് വെച്ച് ഞാൻ കൊടുന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? നമുക്കിത് ഒരു ഇടത്തരം വരാനാണ് കിട്ടിയത്. ഒരു 10-350 ഗ്രാം സൈസുള്ളൊരു വരാനാണ് നമുക്ക് കിട്ടിയത്. അത് അതിന് കുളത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വിഴിഞ്ഞിട്ടുണ്ട്. നമ്മളാണെങ്കിൽ എടുക്കാൻ എൻ്റെ നോസ് പ്ലെയറും കാര്യങ്ങളൊന്നും കൈപ്പിടിച്ചില്ല. അത് കണ്ട് തന്നെ നമ്മൾ വിരലിട്ട് എടുക്കണം. ഈ വിരലിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ പല്ലൊക്കെ കൊണ്ടിട്ട് കൈ നന്നായിട്ട് മുറിയാറുണ്ട് ഇടയ്ക്ക്. പിന്നെ ഇത് കൊടണ സമയത്ത് അഥവാ ഹുക്ക് വിടുകയാണെങ്കിൽ കൈമിലും കുളത്തിടക്കെ കൊള്ളാറുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ എടുക്കാൻ. ഈ കുളത്തിൻ്റെ ചെകളുടെ ഉള്ളിൽ എവിടെയൊക്കെ കുടുങ്ങി കഴിഞ്ഞത് വലിച്ചെടുക്കാൻ എളുപ്പമല്ല. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കുളത്ത് വേറെടുത്താലും തൊട്ടപ്പുറത്ത് ഇത് പടയുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അപ്പുറത്ത് വീണ്ടും കയറും. അങ്ങനെയാണ്. ലാസ്റ്റ് നമ്മളത് വിരലിട്ട് ഊരിയെടുത്തു. അല്ല അത്ര ചെറുതെന്നല്ല, അത്യാവശ്യം സൈസുള്ള വരാൽ തന്നെയാണ്. 350-400 ഗ്രാം സൈസുള്ള വരാൽ തന്നെയാണ്. നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് അടുത്ത പരൽ കൊടുത്തിട്ട് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് അധികം വലിയ പരലൊന്നും കിട്ടിയില്ല, കണ്ടു ഞാൻ ചെറിയ 1-2 പരലൊക്കെ കൊടുത്തിട്ട് നോക്കി നോക്കാം. നമുക്ക് അല്ലേ വളരെ ചെറിയ പൊടിപ്പരലാണ്. ഇതിൽ പിടിക്കുമെന്ന് അറിയില്ല, ഇട്ട് നോക്കി നോക്കാം. കാരണം നമുക്ക് ബ്രാല് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പരൽ വേണം, അതിലെ പെട്ടെന്ന് പിടിക്കുക. ചെറിയ പരൽ കോർത്തിട്ട് കഴിഞ്ഞാൽ പിടിക്കേണ്ട കാര്യം കഷ്ടമാണ്. എന്നാലും നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കി നോക്കാം, ചിലപ്പോൾ കിട്ടും ബാക്കിയുണ്ടെങ്കിൽ. അങ്ങനെ നമ്മുടെ പരൽ 2-3 കോർത്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അത് കിണറ്റിലേക്ക് ഇട്ട് നോക്കി നോക്കാം. ഈ ചെറിയ പരലായത് കൊണ്ട് തന്നെ ചിലപ്പോൾ ബൈറ്റ് എടുക്കാൻ സാധ്യതയില്ല, പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ എടുക്കും. നമ്മൾ ഇത് അടുത്ത ചൂണ്ടലിൽ പരൽ സെറ്റാക്കുകയാണ്. നമുക്ക് ഇതും ഇതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇട്ട് നോക്കി നോക്കാം. രണ്ടാമതും പോയിട്ട് കുറച്ച് പരലൊക്കെ പിടിച്ചു കൊടുന്നു. അതാണ് ഇപ്പോൾ വലിയ പരൽ കിട്ടിയത്. ട്രാപ്പ് നമ്മൾ തൊട്ടടുത്തൊരു തോടില്ല, തോട്ടിൽ ടച്ചൊക്കെയാണ്. കുഞ്ഞൊരു ട്രാപ്പാണ്. 1-2 പരലൊക്കെ വലുത് കിട്ടും, പിന്നെയൊക്കെ ചെറുതാണ്. കുറേ കായൽ തന്നെ വിടും, വലുത് മാത്രമേ എടുക്കണുള്ളൂ. പിന്നെ കുറച്ച് ചെറുതെടുത്ത് കൈ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ തീരെ ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കോർത്തിടാൻ വേണ്ടി എടുത്ത് കൈ പിടിച്ചാണ്. അപ്പോൾ നമ്മൾ ചെറുതിനായിട്ട് അധികം എടുക്കാറില്ല, വളരെ കുറച്ച് എടുക്കാറുള്ളൂ. വലുത് കിട്ടണമെങ്കിൽ മാത്രമേ തോന്നെ എടുക്കുകയുള്ളൂ. നമുക്ക് ഇവിടുന്ന് കാസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ആ ചൂണ്ടൽ അവിടെ നിന്ന് ഇട്ടച്ച് നോക്കി നോക്കാം. അധികം മീനൊന്നുമില്ല, കുറേയൊക്കെ മഴയത്ത് കയറി പോയി തോന്നുന്നുണ്ട്. ഇതൊക്കെ പറ്റിയിട്ട് കിണറ്റിൽ തോന്നെ മീനായിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു മഴ പെയ്തതിൽ എല്ലാതും കയറി തോട്ടിലേക്ക് പോയി തോന്നും. എന്നാലും ഒരു 5-8 ഉണ്ട് ഇതിൽ. ഇനി ഈ പാടത്ത് കാണുന്ന വെള്ളം കണ്ടില്ലേ, ഇതൊക്കെ വലിഞ്ഞിട്ട് ഞയിൽ വല്ലതുണ്ടെച്ചെങ്കിൽ ഇതിലേക്ക് ഇറങ്ങും. ആ സമയത്ത് വന്ന് നോക്കി നോക്കാം നമുക്ക്. സാധാരണ ആ ടൈമിലൊക്കെയാണ് നമ്മളിതിൽ മീൻ പിടിക്കാൻ വരാറുണ്ട്. ഇപ്പോൾ ആൾക്കാർ ഞാൻ 2 ദിവസം മുന്നേ ഇവിടെ ചൂണ്ടുന്നുണ്ട്, അപ്പോൾ വന്ന് നോക്കിയതാണ്. നമ്മളത് മാറ്റിയിട്ട് നോക്കി, അപ്പോൾ അവരെന്നെ ചെറുത് കടിച്ചു നോക്കുമ്പോൾ അത് ഉരിപ്പോയി. അത് പരലും കൊണ്ടിട്ടാണ് പോയത്. അപ്പോൾ അടുത്തൊരു പരൽ കൊടുത്ത് നമുക്ക് സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഇതിൽ 2-3 മീൻ ഉണ്ട്, അത് വഴിക്ക് കടിക്കണമുണ്ട്. നമ്മളിത് അടുത്ത ചൂണ്ടൽ വലിയൊരു പരലും കൊടുത്തിട്ട് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അധികം കഴിഞ്ഞിട്ട് മുന്നേ ചെറിയൊരു വരാലടിച്ചിട്ടുണ്ട്. അത്ര വലുതൊന്നല്ല, ഇതൊരു ചെറുത്, ഒരു 100-150 ഗ്രാം വലുപ്പമുള്ള ഒരു വരാലാണ് നമുക്ക് കിട്ടിയത്. കണ്ട അത്ര ചെറുതൊന്നല്ല, അത്ര വലുതുമല്ല, ഒരു ഇടത്തരം സൈസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്തം നമ്മൾ അവസാനിപ്പിച്ചു. സമയം ഒരു 7 മണിയൊക്കെ ആവാനായി. അപ്പോൾ നമുക്ക് 2 വരാലാണ് കിട്ടിയുള്ളത്. ഞാൻ കാണിച്ചു തരാം.
കണ്ടില്ലേ, അത്യാവശ്യം തറക്കമില്ലാത്തൊരു ബ്രാലും ഒരു ചെറുതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാക്കി ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക.